ഹലോ, KL78 ആമിസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വറുത്തരച്ച കശുവണ്ടി കറി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം കശുവണ്ടി രണ്ടായിട്ട് കീറിയെടുക്കുന്നുണ്ട്. അതിലെ നട്ട്സ് മാത്രം എടുക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ പുറത്തും ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഏകദേശം എല്ലാത്തിനും തൊലിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകാത്തത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചിരവി ഇനി ഇത് വറുത്തെടുക്കാം. നമ്മൾ സാമ്പാറിനും വറുത്തരച്ച കോഴിക്കറിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കൂലേ, അതുപോലെ നല്ല രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശമായി വരുമ്പോഴത്തേക്കും 2 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണിയട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഏകദേശം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ നടക്കട്ടെ. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കുവാണെങ്കിൽ കുറച്ച് വേഗം വെന്ത് കിട്ടും. അപ്പോൾ അത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും അരവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1.5-2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ചിക്കൻ മസാലയാണ് കൂടുതലുള്ളത്. അപ്പം ചിക്കൻ വെക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെന്തതുകൊണ്ട് ഒരു പകുതി മുക്കാൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ കുക്ക് ചെയ്യാൻ വേണ്ടി. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്തരച്ച അരവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ വറുത്തരച്ച കശുവണ്ടി കറി റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.